Hi all, magic morning. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഹലോ. ഓക്കെ ഓക്കെ ഫൈൻ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് റെസ്പോൺസ് ചെയ്യണം കേട്ടോ, കാരണം ഞാൻ ഓഡിബിൾ അല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിട്ടാ. ഓക്കെ ഫൈൻ, താങ്ക് യു അനിസ. ഇന്ന് നമുക്കൊരു പുതിയൊരു ട്രെയിനറാണ് ഇന്ന് സെഷൻ എടുക്കുന്നത്. ഇൻഫോർമേറ്റീവ് ട്രെയിനറും അതുപോലെ തന്നെ സക്സസ് കോച്ചും ആയിട്ടുള്ള സുധീർ ഖാൻ ആണ് ഇന്നത്തെ നമുക്ക് പുതുതായിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ് ഇന്നത്തെ സെഷൻ എടുക്കാൻ പോകുന്നത്. അപ്പം സാറിന്റെ ടോപ്പിക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. സക്സസ് ഈസ് യുവർ ബർത്ത് റൈറ്റ് എന്നുള്ള ടോപ്പിക്കാണ് സാർ ഇന്ന് എടുക്കാൻ പോകുന്നത്. സോ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സുധീർ ഖാൻ സർ. വെൽക്കം സർ. നമസ്കാരം. കേൾക്കുന്നുണ്ടോ? സ്റ്റാർട്ട് ചെയ്തോളൂ. ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുധീർ ഖാൻ. സുധീർ ഖാൻ കോളശ്ശേരി എന്നാണ് പേര്. സ്ഥലം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലെ കരിങ്കല്ലത്താണിയുള്ള സ്ഥലം. ഒരു സ്ഥാപനത്തിലെ മണ്ണാർക്കാടുള്ള ഒരു എയ്ഡഡ് കോളേജിലെ പ്രിൻസിപ്പാളായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഒരു മണ്ണാർക്കാട് തന്നെയുള്ള ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. മണ്ണാർക്കാട് തന്നെയുള്ള സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസിയില് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ട്രെയിനിങ് മേഖലയിൽ സജീവമാണ്. പത്രങ്ങളിൽ കോളം ചെയ്യാറുണ്ട്. ഇത്രയാണ് ബേസിക് ആയിട്ട് എന്നെ പരിചയപ്പെടുത്താനുള്ളത്. നിങ്ങൾ ഓരോരുത്തരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതണു. കുറെ ദിവസമായിട്ട് അജീഷ മാഡം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ ഗ്രൂപ്പായിട്ട് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഏതായാലും ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് ജോയിൻ ചെയ്യാൻ സാധിച്ചതിൽ ആദ്യമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അവന് സങ്കീർത്തനങ്ങളും പ്രകീർത്തനങ്ങളും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. ഈ കൂട്ടായ്മയെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് റൈഹാന മേഡാണ്. നേരത്തെ ഈ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിരുന്നു. നിങ്ങളുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളിൽ സംസാരിച്ചിരുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ ഈ എനർജറ്റിക് ആയിട്ടുള്ള ഈ കൂട്ടായ്മയുടെ ഭാഗമാകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് 1-2 തവണ എന്നെ മെസ്സേജ് ചെയ്യുകയും ഞാൻ സമ്മതിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ കൂട്ടായ്മയുടെ ഭാഗമാകുന്നത്. ഏതായാലും ഇന്നത്തെ ദിവസം അങ്ങനെ ആകാൻ കഴിഞ്ഞതിൽ, നിങ്ങളോടൊപ്പം ഇങ്ങനെ പങ്കുചേരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ആ സന്തോഷം ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇന്നലെ എന്നോട് ചോദിച്ചിരുന്നു, പിന്നെ ഏത് വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുക, ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള വിഷയം, സംസാരിക്കാൻ കംഫർട്ടായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ 2 വട്ടം ആലോചിക്കാതെ തന്നെ ഞാൻ അജീഷ മാഡത്തോട് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, നിങ്ങൾ സക്സസ് ഈസ് യുവർ ബർത്ത് റൈറ്റ്, വിജയം നിങ്ങളുടെ ജന്മാവകാശമാണ് എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കണം എന്നുള്ളതാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തോന്ന് ഫീൽ ചെയ്യുന്നുണ്ടാവും. സക്സസ് ഈസ് യുവർ ബർത്ത് റൈറ്റ്, വിജയം നിങ്ങളുടെ ജന്മാവകാശമാണ്. ഞാൻ അങ്ങനെ ഒരു തലക്കെട്ട് തിരഞ്ഞെടുക്കാണ്ടായ കാരണം, എന്നെ മാറ്റിയ, എൻ്റെ അകത്ത് ആന്തരികമായ ഒരു വിസ്ഫോടനം സൃഷ്ടിച്ച, എൻ്റെ അകത്തുള്ള ശക്തിയെ തിരിച്ചറിയാൻ മാത്രം എൻ്റെ അകത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചൊരു വാക്കാണത്. വിജയം നിങ്ങളുടെ ജന്മാവകാശമാണ് എന്നുള്ള വാക്ക്. തോറ്റ് തുന്നമ്പാടി നടന്നിരുന്നൊരു കാലത്ത്, പരാജയത്തിന്റെ പടുകുഴിയിൽ വീണിരുന്നൊരു കാലത്ത്,
നിരാശയുടെ വിഷാദ രോഗത്തിന് അടിമപ്പെട്ടിരുന്നൊരു കാലത്ത് എന്നെ പുതിയ ലോകത്തേക്ക്, പുതിയ കാലത്തേക്ക്, പുതിയ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ ഒരു അഫർമേഷൻ പോലെ ഞാൻ സ്വീകരിച്ചൊരു വാക്കാണ് വിജയം നിങ്ങളുടെ ജന്മാവകാശമാണ് എന്നുള്ളത്. ഈ ഭൂമിയിൽ കോടാനുകോടി ജീവജാലങ്ങളുണ്ട്. എത്രയാണെന്ന് കൃത്യമായിട്ട് എണ്ണിത്തിട്ടപ്പെടുത്താൻ ലോകത്ത് ഇന്ന് വരെ നമുക്ക് സാധിച്ചിട്ടില്ല. കാക്കയും പൂച്ചയും പട്ടിയും പറവകളും, അതിലേറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ജീവി മനുഷ്യനാണെന്നാണ്. ഏറ്റവും ശ്രേഷ്ഠമായ അവന്റെ ബുദ്ധിയും അവന്റെ വിവേകവുമാണ് അവനെ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് ശ്രേഷ്ഠനാക്കിയത് എന്നുള്ളതാണ്. അവന്റെ ബുദ്ധിയും അവന്റെ വിവേകവുമാണ് അവനെ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന്. നാളെ എന്താകുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത ഭൂമിയിലെ ഒരേ ഒരു ജീവി അത് മനുഷ്യനാണെന്നുള്ളതാണ്. നാളെ എന്താകും? ഒരു പൂച്ചക്ക് നാളെ പൂച്ചയാകാനേ കഴിയുള്ളൂ. ഒരാനക്ക് നാളെ ആനയാകാനേ കഴിയുള്ളൂ. ഒരു പക്ഷിക്കും ഒരു പാമ്പിനുമൊക്കെ നാളെ തൻ്റെ അസ്തിത്വം നിലനിർത്താൻ മാത്രമേ കഴിയുള്ളൂ. പക്ഷേ തൻ്റെ അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ അവന്റെ ഡെസിഗ്നേഷനെ മാറ്റാൻ, അവന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റിനെ മാറ്റാൻ കഴിയുന്ന ഒരു അപൂർവ ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ്. ഒരു 50 കൊല്ലം മുമ്പേ ഒരു കാക്ക എങ്ങനെയായിരുന്നു കൂടുണ്ടാക്കിയിരുന്നത്, ഇന്നും കാക്ക അതേപോലെ തന്നെയാണ് കൂടുണ്ടാക്കുന്നത്. കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല. 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിംഹം എങ്ങനെയായിരുന്നോ വേട്ടയാടി പിടിച്ചിരുന്നത്, ഇന്നും അതേപോലെ തന്നെയാണ്. ജീവിതത്തില് ഓരോ നിമിഷങ്ങളും മാറ്റങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന, പുതിയ കാലത്തെ സൃഷ്ടിക്കുന്ന, അതിലൂടെ പുതിയ ലോകത്തെ സൃഷ്ടിക്കുന്ന ഒരു അപൂർവ ജീവി മനുഷ്യനാണ്. ഇത് വെറും ഒരു അവകാശവാദമല്ല. നമുക്ക് ചുറ്റുപാടും ഒന്ന് ശാന്തമായിരുന്ന് കണ്ണോടിച്ചാല് നമുക്ക് ഈ സത്യം ബോധ്യപ്പെടും. നാളെ എന്താകുമെന്ന് പ്രവചിക്കാൻ കഴിയാത്തൊരു മനുഷ്യൻ, പക്ഷെ അവൻ പലപ്പോഴും അവന്റെ സ്വന്തം കഴിവുകളെ കണ്ടെത്തുന്നില്ല എന്നുള്ളത് വല്ലാത്ത ദുഃഖകരമായിട്ടൊരവസ്ഥയാണ്. അവൻ അവനെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് ഭൂരിഭാഗം ആളുകളും, ഞാൻ പറയുന്നത് ഒരു 90% ആളുകൾ എന്നാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് അതിശയോക്തിയായിട്ട് തോന്നിയേക്കാം. 90% ആളുകളും അവന്റെ യഥാർത്ഥ കഴിവിനെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അവൻ ജീവിതം കൊണ്ട് നെട്ടോട്ടം ഓടുകയാണ്. അടിസ്ഥാനപരമായിട്ട് മനുഷ്യന് വിജയിക്കാൻ വേണ്ടത് എന്തൊക്കെയാണ്? എന്താണ് വിജയത്തിന്റെ മാനദണ്ഡം? എന്താണ് ഈ വിജയത്തിലേക്കുള്ള വഴികൾ? എന്തിനെയാണ് നമ്മൾ ഈ വിജയം എന്ന് പറയുന്നത്? ഇങ്ങനെയുള്ള ഒരുപിടി ചോദ്യങ്ങൾക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടേണ്ടതുണ്ട്. എന്താണ് ഈ വിജയം? എന്താണ് വിജയത്തിന്റെ മാനദണ്ഡം? എന്താണ് വിജയത്തിലേക്കുള്ള വഴി? എങ്ങനെയാണത് ഈസി ആയിട്ട്? പലപ്പോഴും ഈ കൗൺസിലിംഗിൽ ഇരിക്കുമ്പോൾ നൂറുകണക്കിന് ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വന്ന് പറയുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ നിസ്സാരമെന്ന് തോന്നുന്ന ചില പ്രശ്നങ്ങളായിരിക്കും ഒരു വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് അവതരിപ്പിക്കുക. അത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും, ചിലപ്പോൾ അകത്തൊരു ചിരി വരും. പക്ഷെ നമ്മുടെ ഒരു ബോധമനുസരിച്ച് അവരുടെ പ്രശ്നം അവർക്ക് വലുതാണല്ലോ. അതേപോലെയാണ് നമ്മളിപ്പോൾ വലിയ പ്രശ്നങ്ങളാണെന്ന് കരുതുന്ന, വലിയ തടസ്സങ്ങളാണെന്ന് കരുതുന്ന പല കാര്യങ്ങളും നമ്മളെക്കാൾ കഴിവുള്ള, നമ്മളെക്കാൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ട, നമ്മളെക്കാൾ കൃത്യമായിട്ട് കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. ഇപ്പൊ ചെറുത് വലുത് എന്ന് പറഞ്ഞൊരു സംഭവമല്ല. അത് ഓരോരുത്തരും അവനവന്റെ ജീവിതത്തില് അവൻ വെച്ചൊരു സ്കെയിലിന്റെ അടിസ്ഥാനത്തിലാണ്.
ചെറുത് വലുതൊക്കെ തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു കുട്ടി ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുകയാണ്. നിങ്ങൾ ആ രംഗങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഓർക്കണം. അല്ലെങ്കിൽ ആ കുട്ടിക്കാലം, നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലം നിങ്ങളിങ്ങനെ മനസ്സിൽ ഓർക്കുക. അപാരമായ സൃഷ്ടി സാധ്യതയുമായിട്ടാണ് ഓരോ കുഞ്ഞും ഈ ഭൂമിയിലേക്ക് പറന്നു വീഴുന്നത് എന്ന് നിങ്ങൾക്കപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അപാരമായ സാധ്യതകളുമായിട്ട് ഒരു മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് തേടുന്നത് എന്തൊക്കെയാണ്? ഹാപ്പിനെസ് ആണ്, സ്നേഹമാണ്, സന്തോഷമാണ്, സമാധാനമാണ്. അവൻ അടിസ്ഥാനപരമായിട്ട് തേടുന്ന രണ്ട് ഘടകങ്ങൾ. ഞാൻ പറയുന്നത്, ഒരു കുട്ടി ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് തന്നെ പരിപൂർണമായ ഹാപ്പിനെസ്സോട് കൂടിയാണ്, പരിപൂർണമായ സമാധാനത്തോടു കൂടിയാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു കല്യാണ വീട് എടുക്കുക, അവിടെ ഭാര്യയും ഭർത്താവും പുതുമണവാളൻ ചമയുന്നുണ്ട്. നൂറുകണക്കിന് ആളുകൾ ആ പന്തലിൽ ഇങ്ങനെ കടന്ന് ആഘോഷിക്കുന്നുണ്ട്. നിങ്ങളൊന്നിങ്ങനെ ഒബ്സർവ് ചെയ്ത് നോക്കുക, ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് അവിടുത്തെ കല്യാണ ചെക്കനും പെണ്ണിനും ആയിരിക്കുമോ, അതോ ആ വീട്ടിലുള്ള കുട്ടികൾക്കായിരിക്കുമോ എന്നിങ്ങനെ ഒബ്സർവ് ചെയ്ത് നോക്കുക. ഒട്ടും സംശയമില്ലാതെ നിങ്ങളൊക്കെ ഉത്തരം പറയും, അത് കുട്ടികൾക്കായിരിക്കും. എന്റെ ചോദ്യം, ഒരു നാൾ നിങ്ങളും കുട്ടിയായിരുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഒരു നാൾ ഞാനും നിങ്ങളൊക്കെ കുട്ടിയായിരുന്നില്ലേ എങ്കിൽ അത്ര ഹാപ്പിനെസ് ഉണ്ടായിരുന്ന ആ കുട്ടിയുടെ ഹാപ്പിനെസ് ഇപ്പോൾ എവിടെ പോയി എന്നുള്ളതാണ് എന്റെ ചോദ്യം. നിങ്ങൾ ശാന്തമായിരുന്നിട്ട് എന്റെ കൂടെ ആലോചിക്കുന്നുണ്ടാവുന്ന ഞാൻ കരുതുന്നത്. 5 വയസ്സായ ഒരു കുട്ടി ഒരു കല്യാണ പന്തലിൽ ഇങ്ങനെ ഓടിക്കളിക്കുന്നു. അവന് അസാധാരണമായിട്ടുള്ള ഊർജത്തിലൂടെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടിക്കളിക്കുന്നത്. ഓടുന്നു, ചാടുന്നു, മരത്തിൽ കയറുന്നു, കുതിര മറിയുന്നു. വളരെ നിർബന്ധിച്ചാണ് പല കുട്ടികളും ഭക്ഷണം കഴിക്കാറ്. എന്നിട്ട് പോലും അവർ ക്ഷീണിക്കുന്നില്ല. അവരുടെ ഊർജത്തിന് ഒട്ടും കുറവ് സംഭവിക്കുന്നില്ല. അസാധാരണമായിട്ടുള്ള വൈഭവത്തോടുകൂടി, ഊർജശക്തിയോടുകൂടി അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ചോദ്യം, ഒരു കാലത്ത് ഈ ഊർജസ്വലാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നില്ലേ എന്നുള്ള ചോദ്യം. എങ്കിൽ ഈ എനർജി ഇപ്പോൾ എവിടെ പോയി എന്നുള്ളതാണ്. ഒരു കാലത്ത് നിങ്ങൾക്ക് നിഷ്കളങ്കമായ സ്നേഹം ഉണ്ടായിരുന്നില്ലേ? നിങ്ങളെ ആളുകൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ലേ? നിങ്ങൾ കുഞ്ഞായിരുന്നൊരു സമയത്ത് ആളുകൾ സ്നേഹത്തോടെ നിങ്ങളുടെ കവളത്ത് വന്ന് മുത്തം തന്നിരുന്നില്ലേ? ഒരാൾക്കും നിങ്ങളോട് വൈരാഗ്യമല്ല, ഒരാളോടും നിങ്ങൾക്കും വൈരാഗ്യമല്ല. നിങ്ങൾ പരിപൂർണമായ അൺകണ്ടീഷണൽ ലവ്, ഉപാധികളില്ലാത്ത സ്നേഹത്തിന്റെ ഒരു കാലഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്റെ ചോദ്യം, ഇപ്പോൾ നിങ്ങൾക്ക് ആ സ്നേഹാവസ്ഥയിലാണോ ഉള്ളത്? അല്ല, ഇത് ഇപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇക്കഴിഞ്ഞ ദിവസം, ഒരു 3-4-5 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വീട്ടിൽ ഒരു പ്രഭാത ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആകാശത്തൂടെ ഒരു ഹെലികോപ്റ്റർ പോയി. ഹെലികോപ്റ്റർ പോകുന്നതിന്റെ ശബ്ദം, ഹെലികോപ്റ്റർ വരുന്നതിന്റെ ശബ്ദം അങ്ങ് ദൂരെ നിന്ന് കേൾക്കുന്നുണ്ട്. ആ ശബ്ദം കേട്ടോണ്ട് തന്നെ എന്റെ കൂടെ ഭക്ഷണം കഴിച്ചിരുന്ന എന്റെ 10 വയസ്സ് പ്രായമായ മോള് ആ ഭക്ഷണമൊക്കെ കൈകൊണ്ട് തട്ടിയിട്ട് അവളങ്ങനെ മുറ്റത്തേക്ക് പാഞ്ഞു ഹെലികോപ്റ്റർ കാണാൻ. ഹെലികോപ്റ്റർ വരുന്നത് വളരെ കൗതുകത്തോടെ തുള്ളിച്ചാടി. നിങ്ങൾ ഓർക്കണം, അവൾക്ക് 5ാം ക്ലാസ്സിലാണ്, 10 വയസ്സാണ് പ്രായം. അപ്പോ തൊട്ടടുത്ത ജ്യേഷ്ഠന്റെ വീടുണ്ട്. ജ്യേഷ്ഠന്റെ വീട്ടിലത്തെ കുട്ടികളൊക്കെ മുറ്റത്തിറങ്ങിയിട്ടുണ്ട്. അപ്പുറത്തെ അയൽവാസികളായിട്ടുള്ള പലരുടെയും വീടുണ്ട്. അവരുടെയൊക്കെ വീട്ടിൽ നിന്ന് കുട്ടികൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവര് എന്റെ വീടിന്റെ മുകളിലൂടെയാണ് ഹെലികോപ്റ്റർ പോകുന്നത്, എന്റെ വീടിന്റെ മുകളിലൂടെയാണ് ഹെലികോപ്റ്റർ പോകുന്നത് എന്ന് പറഞ്ഞ് അവരൊക്കെ തുള്ളിച്ചാടുന്നുണ്ട്. എന്റെ ചോദ്യം, ഒരു നാൾ നിങ്ങളും ഇങ്ങനെ തുള്ളിച്ചാടിയിരുന്നില്ലേ എന്നുള്ളതാണ്. എങ്കിൽ ഈ സന്തോഷവും ഈ സ്നേഹവും ഈ ഊർജവും ഒക്കെ നിങ്ങൾക്ക് എവിടെയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആവിയായി പോയോ? സർവശക്തൻ തിരിച്ചെടുത്തോ? ഇത് ബാങ്കിൽ കൊണ്ടുപോയിട്ട് പണയം വെച്ചോ?
ആരെങ്കിലും നിങ്ങളുടെ ഈ സ്നേഹത്തെ, ഈ എനർജിയെ, ഈ സന്തോഷത്തെ ഒക്കെ കൊള്ളയടിച്ചോ? നിങ്ങൾ നിങ്ങളോട് സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. മനുഷ്യൻ അടിസ്ഥാനപരമായി വിജയം എന്ന് പറയുന്നത് അവന്റെ ആത്യന്തികമായ സ്നേഹത്തിലേക്കും സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും എത്തിപ്പെടുക എന്നുള്ളതാണ്. അതുണ്ടായാൽ ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ രാവിലെ നിങ്ങൾ മെഡിറ്റേഷൻ കഴിഞ്ഞു. ആ മെഡിറ്റേഷനിലൂടെയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള ആനന്ദത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഈ മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഈ എനർജി ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ച് അമേരിക്കയിൽ പഠനം നടന്നിട്ടുണ്ട്. ആ പഠനത്തിൽ അവർക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് അവന്റെ മെന്റൽ പവറാണ് എന്നുള്ളതാണ്. മനുഷ്യന്റെ മെന്റൽ പവറാണ്, അവന്റെ മാനസിക ഊർജമാണ് അവന്റെ ഈ അടിസ്ഥാനപരമായിട്ടുള്ള ചെറുപ്പത്തിൽ അവൻ തളരാതെ തകരാതെ ഓടിക്കളിക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം എന്നാണ് സൈക്കോളജിസ്റ്റുകളുടെ പഠനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്റെ ചോദ്യം, നിങ്ങൾക്കും അങ്ങനെയുള്ള ഒരു മനസ്സുണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ്. ശാന്തമായിട്ട് ആലോചിക്കും. എങ്കിൽ എവിടെയാണ് നഷ്ടപ്പെട്ടത്? മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഗുണങ്ങളിലൊന്നാണ് ഇമാജിനേഷൻ, ഭാവന. പണ്ട് 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 എന്ന് പറയുമ്പോഴേക്കും അവന്റെ അകത്ത് ഇങ്ങനെ ഭാവന ഒന്നുകൂടും. അതേപോലെ തന്നെ അവന്റെ അടിസ്ഥാനപരമായിട്ടുള്ള മറ്റൊരു ഗുണമായിരുന്നു ജിജ്ഞാസ. അവനിങ്ങനെ കൗതുകത്തോടെ ഈ മഞ്ചാടിക്കുരുവിനെ കുറിച്ച്, മയിൽപ്പീലിയെ കുറിച്ച്, അവൻ മഴ പെയ്യുന്നതിനെ കുറിച്ച്, ഇടി പൊട്ടുന്നതിനെ കുറിച്ച്, പൂമ്പാറ്റയെ കുറിച്ച്, പൂക്കളെ കുറിച്ചൊക്കെ അവൻ ഒരുപാട് ചോദ്യങ്ങളും ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് മറ്റൊരു ഗുണമായിരുന്നു ഒബ്സർവേഷൻ, നിരീക്ഷണം. ചുറ്റുപാടുകളെ അവൻ നിരീക്ഷിച്ചിരുന്നു. പൂക്കളെ, പൂമ്പാറ്റകളെ, മഴയെ, വെയിലിനെ, പൂച്ചയെ. പിന്നെ മറ്റൊരു ഗുണമായിരുന്നു സർഗാത്മകത, ക്രിയേറ്റിവിറ്റി. മറ്റൊരു ഗുണമായിരുന്നു ബുദ്ധിശക്തി. മറ്റൊരു ഗുണമായിരുന്നു, കഴിവായിരുന്നു നിഷ്കളങ്കത. മറ്റൊരു കഴിവായിരുന്നു അതുല്യത. ഈ 7 ഗുണങ്ങളോട് കൂടിയാണ്, കഴിവുകളോട് കൂടിയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ഈ ഓട്ടപ്പാച്ചിലിനും നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള പഠനത്തിനും അന്വേഷണങ്ങൾക്കും കേവലമായിട്ടുള്ള ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള പഠനത്തിനും അന്വേഷണത്തിനൊക്കെ വേണ്ടി നമ്മൾ ശ്രമിച്ചപ്പോ നമ്മൾ യഥാർത്ഥമായിട്ട് നമ്മുടെ കഴിവുകളെയും നമ്മുടെ സന്തോഷങ്ങളെയും ഒക്കെ നമ്മൾ വഴിയിൽ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. അതാണ് സത്യം. ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ പറയുന്നത്, ഇപ്പോഴും നിങ്ങളുടെ അകത്ത് ഈ കഴിവുകളുണ്ട്, ഇത് ആവിയായി പോയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും നിങ്ങളുടെ അകത്ത് ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഹാപ്പിനെസ് ഉണ്ട് എന്നുള്ളതാണ്. ഇതെവിടേക്കും പോയിട്ടില്ല, ആരും കൊള്ളയടിക്കപ്പെട്ടിട്ടില്ല, ഒരു ബാങ്കും ബാങ്കിലും പണയപ്പെടുത്തിയിട്ടില്ല. അപ്പൊ എവിടെയാണത് നിലകൊള്ളുന്നത്? എങ്ങനെയാണത് നഷ്ടപ്പെട്ടത്? ഇനി എങ്ങനെയാണത് വീണ്ടെടുക്കുക? അത് പഠിക്കുമ്പോ നമ്മൾ ആത്യന്തികമായിട്ട് മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. മനസ്സും ശരീരവും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. മനസ്സിനെ ബാധിക്കുന്ന ഏതൊരു കാര്യത്തെയും ശരീരത്തെയും, ശരീരത്തിൽ ബാധിക്കുന്ന ഏതൊരു കാര്യത്തെയും മനസ്സിനെയും ബാധിക്കുന്നുള്ളതാണ്. മനുഷ്യന്റെ മനസ്സിനെ പറ്റിയിട്ട് ഇങ്ങനെ പഠിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവന്റെ തലച്ചോറിലുള്ള കോർട്ടക്സിൽ മാത്രം 10,000 കോടി കോശങ്ങളുണ്ട് എന്നുള്ളതാണ്. 10,000 കോടി കോശങ്ങൾ, ബില്യൺ കണക്കിന്, ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനേക്കാൾ 10 മടങ്ങ് ശക്തിയുണ്ട് ഒരു ന്യൂറോണിന്. അങ്ങനത്തെ 100 ബില്യൺ ന്യൂറോൺ ഉണ്ട് അവന്റെ തലച്ചോറിൽ എന്നുള്ളതാണ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. കേരളത്തിന്റെ പകുതി അല്ലെങ്കിൽ തമിഴ്നാടിന്റെ പകുതി, കേരളവും
തമിഴ്നാടിന്റെ പകുതിയുമുള്ള സ്ഥലം നോക്കുക. കേരളവും തമിഴ്നാടിന്റെ പകുതിയും, അത്രയും വിസ്തീർണമുള്ള ഈ സ്ഥലം, ആ സ്ഥലത്ത് ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാക്കി നിരുന്നു. ആ സൂപ്പർ കമ്പ്യൂട്ടറിന് 10 നില ബിൽഡിങ്ങിന്റെ വലിപ്പുണ്ട് കരുതുക. ആ 10 നില ഒന്നുകൂടി മനസ്സിലാക്കണം, നിങ്ങളുടെ മനസ്സിലായി ഇമാജിനേഷൻ വരണം കേട്ടോ, ഭാവന വരണം. കേരളം തമിഴ്നാടിന്റെ പകുതി, അത്രയും സ്ഥല വിസ്തീർണത്തിൽ 10 നില ബിൽഡിംഗ് ഉള്ള, 10 നില വലിപ്പമുള്ള ഒരു ബിൽഡിംഗ്. അത്രയും സ്ഥലത്ത് മുഴുവൻ 1 ഇഞ്ച്, ഒരു സൂചി കുത്താൻ പോലും ഗ്യാപ്പില്ലാത്ത വിധത്തിൽ വലിപ്പമുള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിച്ചു തീർക്കുക. എങ്കിൽ ആ സൂപ്പർ കമ്പ്യൂട്ടറിന് എത്രമാത്രം കഴിവുണ്ടാകുമെന്നാണ് സയന്റിസ്റ്റ് ചോദിക്കുന്നത്. ആ സൂപ്പർ കമ്പ്യൂട്ടറിന് എത്രമാത്രം വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും, എത്രമാത്രം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, എത്രമാത്രം കപ്പാസിറ്റി ഉണ്ടാകും എന്നുള്ളതാണ് ചോദിക്കുന്നത്. എങ്കിൽ അതിലേറെ കഴിവുണ്ട് നിങ്ങളുടെ മസ്തിഷ്കത്തിന്, നിങ്ങളുടെ തലച്ചോറിന് എന്ന് നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ മനസ്സിന് എന്നുള്ളത്. മനസ്സിനെ നമുക്ക് 3 ഭാഗമാക്കിയിട്ട് തിരിക്കാൻ പറ്റും. മനസ്സിനെ നമ്മൾ പഠനത്തിന്റെ എളുപ്പത്തിന് വേണ്ടി 3 ഭാഗമാക്കി തിരിക്കാറുണ്ട്. എന്താ? കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, സൂപ്പർ കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറയാറുണ്ട്. മനസ്സിൽ കേട്ടിട്ടുണ്ടാവും, പലതവണ കേട്ടതായിരിക്കും, നമ്മളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും. 3 ഭാഗമാണ് മനസ്സിനുള്ളത്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോൾ ഈ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന മനസ്സിനെയാണ് ബോധ മനസ്സ് എന്ന് പറയുന്നത്, അഥവാ കോൺഷ്യസ് മൈൻഡ്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ നമ്മളെ ഓർമ്മകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ, അതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. 1-ാം ക്ലാസ്സിൽ പഠിച്ചൊരു ഓർമ്മ പറയാൻ പറഞ്ഞാൽ, അന്നത്തെ ഒരു അനുഭവം പറഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ എങ്ങോട്ടോ കണ്ണ് വായിച്ചിട്ട് നിങ്ങളെ ഓർത്തെടുത്ത് പറയും. ആ ഓർമ്മകൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സ്ഥലമാണ് സബ് കോൺഷ്യസ് മൈൻഡ്. മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഹാപ്പിനെസ്സും, മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്നേഹവും, അടിസ്ഥാനപരമായിട്ടുള്ള അവന്റെ എനർജിയും ഒക്കെ നിലകൊള്ളുന്നത് ഏറ്റവും അടിത്തട്ടിലായിട്ടുള്ള സൂപ്പർ കോൺഷ്യസ് മൈൻഡിലാണ്. ഞാൻ അതൊരു കടലാസ് ഇങ്ങനെ വരച്ച് കാണിക്കുകയാണെങ്കിൽ, തോന്നുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഒരു കടലാസ് ഇങ്ങനെ വരച്ച് കാണിക്കുകയാണെങ്കിൽ ഇതിനിങ്ങനെ 3 ഭാഗങ്ങളുണ്ട്. കാണുന്നുണ്ടോ? എന്ന് കരുതുന്നു. ഓക്കെ, ഈ 3 ഭാഗങ്ങൾ, ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് കോൺഷ്യസ് മൈൻഡ്, 2-ാമത്തെ ഭാഗമാണ് സബ് കോൺഷ്യസ് മൈൻഡ്, 3-ാമത്തെ ഭാഗമാണ് സൂപ്പർ കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ്, സബ് കോൺഷ്യസ്, സൂപ്പർ കോൺഷ്യസ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതില് ഈ ബോധ മനസ്സ്, ഞാൻ പറയുന്നത് കേൾക്കുന്ന ഭാഗമാണ് നിങ്ങളുടെ ഈ ബോധ മനസ്സ്. ഓർമ്മകളൊക്കെ സൂക്ഷിച്ചു വെച്ച ഭാഗമാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അതേപോലെ നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള ഹാപ്പിനെസ്, സ്നേഹം, സമാധാനം, ഈ എനർജി ഒക്കെ കിടക്കുന്നത് സൂപ്പർ കോൺഷ്യസ് മൈൻഡിലാണ്. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് നെഗറ്റീവുകൾ കുന്നുകൂടി എന്നുള്ളതാണ്. ഭയം, ദേഷ്യം, വെറുപ്പ്, സങ്കടം, നിരാശ, കുറ്റബോധം, അപകർഷത, വൈരാഗ്യം, പക, അസൂയ, കുനിറ്റ്, ഇങ്ങനെയുള്ള നെഗറ്റീവുകളായിട്ടുള്ള കുറെ കാര്യങ്ങൾ, എനിക്ക് കഴിവില്ല, ഒന്നിനും കൊള്ളില്ല, അന്ധവിശ്വാസങ്ങൾ, ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ് മനുഷ്യന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്നാണ് സയൻസ് പറയണത്. അതുകൊണ്ടാണ് സൂപ്പർ കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന, ഏറ്റവും അടിയിൽ കിടക്കുന്ന അവന്റെ ഹാപ്പിനെസ്സും, അവന്റെ സമാധാനവും, അവന്റെ സന്തോഷവും അവന് മുകളിലേക്ക് തിരിച്ചെത്താത്തത് എന്നാണ് പറയുന്നത്. ശരിക്കും മനസ്സിലായോ നിങ്ങൾക്ക്? 3 ഭാഗം: കോൺഷ്യസ്, സബ് കോൺഷ്യസ്, സൂപ്പർ കോൺഷ്യസ്. കോൺഷ്യസ് എന്ന് പറയുന്നത് ഇപ്പൊ നടക്കുന്ന ലൈവായിട്ടുള്ള കാര്യങ്ങൾ.
ഓർമ്മകൾ സൂക്ഷിച്ചു വെച്ച ഭാഗം സബ് കോൺഷ്യസ്. അവന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അവന്റെ ഗുണങ്ങളൊക്കെ കിടക്കുന്നത് ജന്മനാ കിട്ടിയ എല്ലാ ഗുണങ്ങളും, ഞാൻ ഈ പറഞ്ഞ ജിജ്ഞാസയും ഒബ്സർവേഷനും ക്രിയേറ്റിവിറ്റിയും ഇന്നസെൻസും പീസും ഹാപ്പിയും എനർജിയും ഒക്കെ കിടക്കുന്നത്, ലവും ഒക്കെ കിടക്കുന്നത് ഏറ്റവും അടിയിലാണ്. അത് പുറത്തേക്ക് വരാനാവാത്ത വിധം സബ് കോൺഷ്യസ് മൈൻഡിൽ ചളി വന്ന് കൂടി എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ എനർജി ലോസിനും കാരണം. നമ്മൾ നമ്മുടെ കഴിവുകളെ തിരിച്ചറിയാതിരിക്കാനും നമുക്ക് സ്വയം നഷ്ടപ്പെടാനുണ്ടായ കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ചെളി വന്ന് അടഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് കേൾക്കുന്ന ആളുകളോട് വളരെ വിനയത്തോടെ പറയാനുള്ളത്, വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, നമുക്ക് ചെയ്യാനുള്ള പണി എന്ന് പറയുന്നത് ഒരു കിണർ കുഴിക്കുന്ന പണിയാണ്. എന്താ കിണർ കുഴിക്കുന്ന പണി എന്ന് പറയുന്നത്? കിണർ കുഴിക്കുന്ന പണി എന്ന് പറയുന്നത് വെള്ളം തേടിയുള്ള ഒരു യാത്രയാണ്. കിണർ കുഴിക്കല് വെള്ളം തേടിയുള്ള യാത്രയാണ്. വെള്ളം എവിടെ ഉണ്ട്? വെള്ളം അടിയിലുണ്ട്. നമ്മുടെ പണി ചളി മാറ്റലാണ്. വെള്ളം നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമല്ല. കിണർ കുഴിക്കുന്ന ആളുകള് വെള്ളം ഉണ്ടാക്കേണ്ട കാര്യമല്ല. വെള്ളം ഓൾറെഡി അടിയിലുണ്ട്. അതിന്റെ മുകളിലുള്ള ചെളിയും പാറയും മണ്ണും ഒക്കെ മാറ്റുന്ന പണിയാണ് ഒരു കിണർ കുഴിക്കുന്ന ആൾക്കുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ സൂപ്പർ കോൺഷ്യസ് മൈൻഡിൽ ഇപ്പോഴും മനുഷ്യൻ ഈ തേടിക്കൊണ്ട് നടക്കുന്ന, മനുഷ്യൻ വില കൊടുത്ത് വാങ്ങിയാൽ കിട്ടാത്ത, അങ്ങാടിയിൽ പോയി വാങ്ങിയാൽ കിട്ടാത്ത എന്തൊക്കെ അവന്റെ കഴിവുകളുണ്ടോ, എന്തൊക്കെ അവന്റെ ഗുണങ്ങളുണ്ടോ, അവന്റെ സർഗാത്മകത, അവന്റെ ഇന്നസെൻസ്, അവന്റെ യുനീക്ക്നെസ്, ഇതൊക്കെ അടിയിലുണ്ട്. നമ്മൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞുകൂടിയ ചളിയും മണ്ണും മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. എത്ര കണ്ട് ചളി അടഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഓരോരുത്തർക്കും മനസ്സിലാവും. നിങ്ങളുടെ കോൺഫിഡൻസ് കിടക്കുന്നത് അടിയിലാണ്. നിങ്ങളുടെ ധൈര്യം കിടക്കുന്നത് അടിയിലാണ്. കറേജ്. അതിന് ഈ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ചളി മാറ്റേണ്ടതുണ്ട്. ഒരു വിദഗ്ധനായിട്ടുള്ള ഒരാളെ, ഒരു സൈക്കോളജിസ്റ്റിനെ, വിദഗ്ധനായിട്ടുള്ള ഈ വിഷയത്തിൽ പഠനം നടത്തുന്ന ഒരാളെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ലോങ് 19 years, കഴിഞ്ഞ 19 വർഷമായിട്ട് ഈ മേഖലയിലുള്ള അന്വേഷണങ്ങളാണ് ഞങ്ങളോട് പറയുന്നത്. ലോങ് 19 years. എനിക്ക് 38 വയസ്സ് പ്രായമായി. 19 വയസ്സാകുന്ന ഒരു കാലത്ത് തുടങ്ങിയതാണ് ഈ അന്വേഷണം. അങ്ങനെ നമ്മൾ സബ് കോൺഷ്യസിലുള്ള ചളി എത്ര കണ്ട് മാറ്റുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ അകത്ത് അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ആ വിപ്ലവം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഇന്നർ കാർണിവൽ, ആ ഇന്നർ ഫെസ്റ്റിവൽ, ആ ഇന്നർ കാംനെസ്, ആ ഇന്നർ സെലിബ്രേഷൻ, ആ ഇന്നർ സെറിമണി, അതിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ഹാപ്പിയിൽ എത്തുന്നുള്ളതാണ്, നമ്മൾ പീസ്ഫുള്ളിൽ എത്തുന്നുള്ളതാണ്. അങ്ങനെ എത്തിക്കഴിച്ചാലുള്ള ഗുണം എന്താണ്? ഒരു യൂണിവേഴ്സൽ ലോ പറഞ്ഞിട്ട് ഞാൻ അത് അവസാനിപ്പിക്കാം. മനുഷ്യൻ ഹാപ്പി ആണെങ്കിൽ മാത്രമേ അവന് മറ്റൊരാളെ ഹാപ്പിയാക്കാൻ കഴിയുള്ളൂ. ഒന്നുകൂടി പറയാം, മനുഷ്യൻ ഹാപ്പി ആണെങ്കിൽ മാത്രമേ അവന് മറ്റൊരാളെ ഹാപ്പിയാക്കാൻ കഴിയുകയുള്ളൂ. മനുഷ്യൻ ഹാപ്പി ആണെങ്കിൽ മാത്രമേ അവനിലേക്ക് ഹാപ്പി ഒഴുകി വരികയുള്ളൂ എന്നുള്ളതാണ്. മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക്? ഞാൻ ഹാപ്പി ആണെങ്കിൽ മാത്രമേ എന്നിലേക്ക് ഹാപ്പി ഒഴുകി വരികയുള്ളൂ. ഞാൻ ഹാപ്പി ആണെങ്കിൽ മാത്രമേ എനിക്ക് മറ്റൊരാൾക്ക് ഹാപ്പിനെസ് പകർന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നിങ്ങൾ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ്. ആദ്യം നിങ്ങൾ സമാധാനത്തിൽ എത്തുക എന്നുള്ളതാണ്. ആദ്യം നിങ്ങൾ നിങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ്. ആദ്യം നിങ്ങളുടെ അകത്തുള്ള ശക്തിയെ തിരിച്ചറിയുക എന്നുള്ളതാണ്. മനുഷ്യൻ ദൈവത്തിൽ നിന്നാണ് എന്നാണ് എല്ലാ വേദങ്ങളും പറയുന്നത്. എല്ലാ വേദങ്ങളിലും ആന്തരികമായിട്ടുള്ള ഒരു കണ്ണുകൊണ്ട് ഉൾക്കാഴ്ച കൊണ്ട് നോക്കിയാല് മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ്. ദൈവികമായിട്ടുള്ള എന്തോ ഒരു അജ്ഞാത ശക്തി അവന്റെ അകത്ത് വസിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ശക്തിയെ ഉണർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതിന് പൈശാചികതയോട് നമ്മൾ വിട പറയേണ്ടതുണ്ട്. പൈശാചികത മീൻസ് നെഗറ്റീവ് എനർജിയോട് നമ്മൾ വിട പറയേണ്ടതുണ്ട്. ഈ നെഗറ്റീവ് എനർജി മുഴുവൻ ഫീഡ് ചെയ്ത് കിടക്കുന്നത്
സബ് കോൺഷ്യസ് മൈൻഡിലാണ്. സൈക്കോളജിയുടെ ഒരു പുതിയ വിജ്ഞാന ശാഖയുണ്ട്, NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. നിങ്ങൾക്ക് അറിയണ്ടാവും. NLPയിലൊക്കെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ചളി വളരെ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന്, ഞൊടിയിടയിൽ, നിമിഷ നേരം കൊണ്ട് മാറ്റിയെടുക്കാനുള്ള ടെക്നിക്കുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു നായയെ കണ്ട് പേടിച്ചു, ഒരു ഉദാഹരണം പറയാം. ഒരു നായയെ കണ്ട് പേടിച്ചു, ഒരു വലിയായിരിക്കും, ഒരു ഞെട്ടലായിരിക്കും ആ ഭയം എന്ന് പറയുന്നത്. ഞങ്ങളോട് ചോദിക്കുന്നത്, എത്ര സെക്കൻഡ് കൊണ്ടാണ് അവന്റെ അകത്തേക്ക് ആ ഭയം കയറിയത്? എത്ര സെക്കൻഡ് കൊണ്ടാണ് ആ ഭയം കയറിയത്? നിങ്ങൾ ഉത്തരം പറയും, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്. അത്ര സമയം കൊണ്ട് കയറിയ അതേ വഴിയിലൂടെ അതിനെ തിരിച്ചടിക്കാൻ കഴിയുമെന്നുള്ളതൊക്കെയാണ് NLP പറയുന്ന അവകാശവാദം. അത് അവകാശവാദമല്ല, ഞാനത് പഠിക്കുകയും ഞാനത് മറ്റുള്ളവർക്ക് പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. പെട്ടെന്ന് ആളുകളിൽ ഈ മാറ്റം കാണുമ്പോൾ, അവന്റെ അകത്തുള്ള കഴിവുകൾ അവർ കണ്ടെത്തി തുടങ്ങുമ്പോൾ, പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാണുമ്പോൾ ശാസ്ത്രം അത്രത്തോളം ഒരു വലുതായി എന്നുള്ളതാണ്, വികസിച്ചു എന്നുള്ളതാണ്. മനുഷ്യൻ, അപ്പൊ എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഞാന് ഒരിക്കപ്പാടോടൊന്നല്ല ഇന്നിങ്ങനെ ഈ പ്രോഗ്രാമിന് വന്നിട്ടുള്ളത്. ഇന്നലെ രാത്രി ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വളരെ വൈകിയാണ് വീട്ടിലെത്തുന്നത്. ഫോണാണെങ്കിൽ, എൻ്റെ സ്വന്തം ഫോണാണെങ്കിൽ അതിന്റെ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ അതിന്റെ മൈക്ക് വർക്ക് ചെയ്യുന്നില്ല. ഇന്നലെ രാത്രി ചെക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പൊ ഭാര്യയുടെ ഫോണിലാണ് ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കണത്. നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ഉണ്ടെന്നോ ഇത് കേൾക്കുന്നുണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഈ ഇരുന്നത് നിങ്ങൾക്ക് മുതലായിട്ടുണ്ടാവും എന്ന് കരുതണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ സമയം ഞാൻ അപഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് സോറി ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു അറിവോ എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു സ്പാർക്കിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തോടും നിങ്ങളോടും ഒരേപോലെ കടപ്പെട്ടിരിക്കുന്നു ആ വിഷയത്തിൽ. 6:20 വരെ ക്ലാസ് എടുക്കാനാണ് അജിഷ മേഡം പറഞ്ഞിട്ടുള്ളത്. സമയം 6:22 അപ്പൊ എനിക്ക് നിങ്ങൾ ഓരോരുത്തരെയും പരിചയപ്പെടാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയണു, എൻ്റെ പേര് സുധീർ ഖാൻ എന്നാണ്. സുധീർ ഖാൻ കോളശ്ശേരി എന്ന പേരിലാണ് പത്രങ്ങളിലെ കോളം ചെയ്യാറുണ്ടായിരുന്നത്. മണ്ണാർക്കാടുള്ള ഒരു സ്ഥാപനത്തിൽ അധ്യാപകനായി, പ്രിൻസിപ്പളായി ജോലി ചെയ്യുന്നു. ഒരേ സമയത്ത് കൺസൾട്ടിങ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. ഒരു സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് പോസ്റ്റിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങളെ കാണാനും പരിചയപ്പെടാനും ഈ കൂട്ടായ്മയുടെ ഭാഗമാകാനൊക്കെ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമാണ്. അതിനൊക്കെ ഞാൻ പ്രത്യേകിച്ച് ദൈവത്തോട് സ്തുതികളും സങ്കീർത്തനങ്ങളും പ്രകീർത്തനങ്ങളും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. ഓരോ നിമിഷവും നന്ദിയുള്ളവനാവുക എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓരോ നിമിഷവും നമ്മൾ നന്ദി ഉണ്ടാവും. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? അപ്പൊ ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാണ് നന്ദി പറയാറുള്ളത്? അപ്പം പറഞ്ഞു, ഞാൻ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞത് ഏറ്റവും ചെറിയ രൂപമാണ് നന്ദിയാണത്. ഏറ്റവും ചെറിയ രൂപമാണ് നന്ദി എന്ന് പറഞ്ഞാൽ. ആ ചായക്ക് നന്ദി പറയണം, ആ വെള്ളത്തിന് നന്ദി പറയണം, അതിലെ പൊടിക്ക് നന്ദി പറയണം, ആ ഗ്ലാസ്സിന് നന്ദി പറയണം, ആ ചായ ഉണ്ടാക്കി തന്ന ആൾക്ക് നന്ദി പറയണം, ആ ചായ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഊർജത്തിന് നന്ദി പറയണം, എങ്ങോ ആ ചായപ്പൊടി ഉണ്ടാക്കിയ മനുഷ്യർക്ക് നന്ദി പറയണം, ആ വെള്ളം കോരിക്കൊണ്ടുവന്ന മനുഷ്യർ നന്ദി പറയണം, അത് കുടിക്കാനുണ്ടായ എനർജിക്ക് നന്ദി പറയണം, അത് ദഹിക്കുന്ന സിസ്റ്റത്തിന് നന്ദി പറയണം. അങ്ങനെ ഒരു ചായ കുടിക്കുന്നതിന് മാത്രം നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങിയാൽ ഒരു ദിവസം നമുക്ക് തികയില്ല. അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങൾക്കും നിങ്ങളൊന്നിങ്ങനെ നന്ദി ഫീൽ ചെയ്ത് നോക്കി. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, നന്ദി പറയാൻ കഴിയില്ല, നന്ദി ആയിത്തീരാനേ കഴിയുള്ളൂ. നമുക്ക് നന്ദി പറയാൻ കഴിയില്ല, നമ്മൾ സ്വയം ഒരു നന്ദി ആയിത്തീരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ എല്ലാത്തിനും നന്ദി, എല്ലാവരോടും നന്ദി, എല്ലാത്തിനും നന്ദി, ദൈവത്തിനും നന്ദി, എനിക്കും നന്ദി എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ
നമ്മൾ നമ്മളെ കണ്ടെത്തും, നമ്മുടെ അകത്തുള്ള ദൈവിക ശക്തി ഉണരും. ഏതായാലും ഈ കൂട്ടായ്മയുടെ ഭാഗമായതിൽ സന്തോഷം. നിങ്ങളുമായിട്ട് ഇനിയും കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നേരിട്ട് പരിചയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാവുമെന്ന് കരുതുന്നു. ഇവിടുന്ന് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പിരിഞ്ഞു പോകുന്നതോടുകൂടി നമുക്കിടയിലുള്ള ഈ ബന്ധം അവസാനിപ്പിക്കരുത്. നമുക്കിടയിലുള്ള ഈ സ്നേഹം എത്രമേൽ ശക്തിമത്താണെന്ന് ചോദിച്ചാൽ അത് താജ്മഹലിന്റെ ഡോമായി, ചെങ്കോട്ടയുടെ ഭിത്തിയായി, മയിൽപ്പീലി സിംഹാസനത്തിന്റെ മധുരിമയായി, ഇത്മാത് കുടീരത്തിന്റെ ശില്പഭംഗിയായി, ബുലന്ദ് ദർവാസയുടെ ഔന്നിത്യമായി, ചൈനയുടെ വൻമതിലിന്റെ ശക്തിയായി, അറബിക്കടലിന്റെ ആർത്തിരമ്പുന്ന തിരമാലകളുടെ ആവേശമായി, പിസയിലെ ചെരിഞ്ഞ ഗോപുരത്തിന്റെ ബാലൻസായി, അത് കാലത്തിന്റെ തീരത്ത് ലാഘവപൂർവ്വം നൃത്തം ചെയ്യട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സുധീർ സാർ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി സാറിന്റെ സെഷനെ കുറിച്ചിട്ട് ഫീഡ്ബാക്ക് പറയാനുള്ള ഒരു ടൈമാണ്. സോ നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് ഹാൻഡ് റൈസ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാവുന്നതാണ്. സിന്ധു മാം. ഓക്കെ, താങ്ക് യു സാർ. ഞാൻ സാറിന്റെ പേര് കണ്ടപ്പോ സുധീർ കണ്ടപ്പോ ഞാൻ വിചാരിച്ചിട്ടോ, പക്ഷെ സാർ അത് പറഞ്ഞു തന്നപ്പോ മനസ്സിലായി ഭാര്യയുടെ ഫോണാന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ സാറിപ്പോ പറഞ്ഞതിൽ ആ 3 മൈൻഡ്, അത് സത്യം പറഞ്ഞ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോ സാറ് നന്നായി പറഞ്ഞു തന്നപ്പോ മനസ്സിലായി. അത് നല്ല എന്താ പറയാ ആഴത്തില് പതിഞ്ഞു പോയി ഹൃദയത്തിലേക്ക്, ഇനി മറക്കില്ല. അപ്പൊ എന്തായാലും അത് നല്ലൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ സാർ ഇപ്പൊ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡിന്റെ കാര്യങ്ങള് ഒക്കെ നല്ല നല്ല ഉപദേശങ്ങളും മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ സാറ് പറഞ്ഞത്, ഒരിക്കലും മറക്കാൻ പറ്റാത്തതായിട്ടുള്ള കുറെ പോയിന്റുകളാണ് എനിക്ക് കിട്ടിയത്. അത് ഞാൻ സാറിനോട് നന്ദി പറയുന്നു. എന്തായാലും ഞങ്ങൾക്ക് സാറിനെ പരിചയപ്പെടുത്തുന്ന ബി മാജിക്കിനോട് ഞാൻ നന്ദി പറയുന്നു. എനിക്കിത് കേൾക്കാൻ കഴിഞ്ഞ ആ ഒരു സമയത്തിനും ആരോഗ്യത്തിനും എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു സാർ. ഇനിയും കാണണം, ഇനിയും സാർ നല്ല വിഷയങ്ങളായിട്ട് വരണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സിന്ധു മാം. ഓക്കെ, ഇനി ആരാണ് ഫീഡ്ബാക്ക് പറയുന്നത്? ഹാൻഡ് റൈസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുക കേട്ടോ. സർ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു സർ. ഇത് പറഞ്ഞ പോലെ ഈ മനസ്സിന്റെ ഒരു 3 ഭാഗത്തെ പറ്റിയൊക്കെ ഇത്രത്തോളം ഡീപ്പായിട്ട് ഇപ്പോഴാണ് ശരിക്കും അറിയാൻ പറ്റിയത്. അതിൽ തന്നെ സബ് കോൺഷ്യസ് മൈൻഡില് നമ്മളുടെ ആ ഒരു നെഗറ്റീവ് നെഗറ്റീവായിട്ട് നമ്മൾ ഫീഡ് ചെയ്തതാണ് നമ്മളുടെ ആ ഒരു സന്തോഷമില്ലായ്മയിലെയും മറ്റുമൊക്കെയുള്ള കാര്യങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞതില്. പിന്നെ അത് നമ്മളീ മാറ്റാൻ വേണ്ടിയിട്ട് സാറ് ഒരു NLPയുടെ ഇത് പറഞ്ഞല്ലോ, അത് ശരിക്കും എന്താണ് സാർ? ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു പോയിന്റിലൊന്ന് പറയാൻ പറ്റുമോ അത്? നിങ്ങൾക്ക് തിരക്കില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നാണ് NLPയുടെ ഒരു മുഴുവൻ. അതൊരു വിജ്ഞാന ശാഖയാണ്. അമേരിക്കയിലാണ് അതിന്റെ ഉപജ്ഞാതാക്കളെ കണ്ടെത്തുന്നതൊക്കെ അമേരിക്കക്കാരാണ്. പക്ഷെ ഇതിൽ വലിയൊരു കാര്യമുള്ളത് ഞാൻ ശരിക്കും ശ്രദ്ധിക്കണേ. നിങ്ങളുടെ പ്രായമോ നിങ്ങളുടെ ഒന്നും എനിക്കറിയില്ല, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എനിക്കറിയില്ല, എങ്ങനെയാണത് പറഞ്ഞു തരേണ്ടത് അറിയില്ല. എങ്കിലും ഞാൻ നിങ്ങളോട് പറയാണ്, മനുഷ്യന്റെ അകത്ത് ഉള്ള എല്ലാ കഴിവുകളെയും കണ്ടെത്താൻ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ചെളി നീക്കം ചെയ്താൽ മതി എന്നുള്ളതാണ് ഗുരുക്കന്മാരും ആചാര്യന്മാരൊക്കെ പറയുന്ന രഹസ്യം എന്ന് പറയുന്നത്. അതെങ്ങനെ നീക്കം ചെയ്യണം എന്നതിനെ കുറിച്ച് സാധാരണക്കാർക്ക് വലിയൊരു വിവരം ഉണ്ടായിരുന്നില്ല. സാധാരണക്കാരായ ആളുകൾക്ക് ഇങ്ങനെ വർഷങ്ങളോളം തപസ്സിരിക്കാനോ കാലങ്ങളോളം ഇതിന്റെ പിന്നാലെ അന്വേഷിച്ച് നടക്കാനൊന്നും അവർക്ക് കഴിഞ്ഞോളുന്നില്ല. കാരണം അവരവരുടെ ജീവിതത്തിന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലായിരിക്കും, വല്ല പ്രശ്നങ്ങളായിട്ട് ഓടിപ്പോയായിരിക്കും. അപ്പൊ ഇതിനെന്തെങ്കിലും കുറുക്ക് വഴികളുണ്ടോ എന്നുള്ള അന്വേഷണമായിരിക്കണം ഒരുപക്ഷെ NLP എന്ന് പറയുന്ന ഒരു വിജ്ഞാന ശാഖയിലേക്ക് എത്തിച്ചത്. ആ വിജ്ഞാന ശാഖയിൽ പറയുന്നത് അവന്റെ സൂപ്പർ കോൺഷ്യസ് മൈൻഡിനെ ഉണർത്താൻ, അവന്റെ സബ് കോൺഷ്യസ് മൈൻഡിലെ ഓർമ്മകൾ ഡിലീറ്റ് ചെയ്യാനും ഒക്കെ ഈസി ആയിട്ടുള്ള കുറെ ടെക്നിക്കുകളുണ്ട്.
വളരെ ഈസി ആയിട്ടുള്ള, നിങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോകുന്ന ടെക്നിക്കുകളുണ്ട്. ഓർമ്മകളെ ഡിലീറ്റ് ചെയ്യാൻ. ഓർമ്മകളെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? നമ്മുടെ ഓർമ്മകളെ തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഓർമ്മകൾ ഉണ്ടെങ്കിൽ, അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അതിനൊക്കെ മാപ്പ് കൊടുക്കാൻ പറ്റും നിമിഷ നേരം കൊണ്ട്. ഞാൻ പറയുന്നത് എത്രയോ കാലങ്ങളായിട്ട് നമ്മുടെ അകത്ത് നമ്മൾ കൊണ്ടു നടക്കുന്ന കുറെ വെറുപ്പുകൾ ഉണ്ടാകും, വൈരാഗ്യങ്ങളും പകകളും ദുഃഖങ്ങൾ ഉണ്ടാകും. ഇതിനെയൊക്കെ ചില സിമ്പിൾ ടെക്നിക്കുകളുണ്ട്. ഡിലീറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് അതുവഴി നമ്മുടെ സൂപ്പർ കോൺഷ്യസ് മൈൻഡിനെ ഉണർത്താനും സാധിക്കുമെന്നുള്ളതാണ് NLPയുടെ ബ്യൂട്ടി. ആർക്കും സാധിക്കുന്നുള്ളതാണ്. ഇഫ് എനിവൺ ക്യാൻ യു ക്യാൻ എന്നാണല്ലോ. ഒരാൾക്ക് കഴിയുമെങ്കിൽ എല്ലാവർക്കും സാധിക്കുന്നുണ്ട്. ഒരാൾക്ക് കഴിഞ്ഞാൽ, ഇന്നിപ്പോ അമേരിക്ക, UK പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇത്തരം NLP ടെക്നിക്കുകൾ ഉപയോഗിച്ച് വിജയം നേടിയവരുടെ കഥകള് ഓരോ ദിവസവും യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. സോഷ്യൽ മീഡിയ ഒക്കെ വഴി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആന്റണി റോബിൻ, ടോണി റോബിൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആന്റണി റോബിൻ, അദ്ദേഹമാണ് ഈ NLP എന്ന് പറയുന്ന വിജ്ഞാന ശാഖയെ ജനകീയമാക്കുന്നത്. ആ വിജ്ഞാന ശാഖയെ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന, ഇന്നും അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ കേൾക്കാൻ 10,000 അണിനിരക്കുന്ന, അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്സിന് ലക്ഷങ്ങളാണ് ചാർജ്. പക്ഷെ നമ്മൾ NLP എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ പല ആളുകളും പല പരിപാടി നടത്തും. എല്ലാ ആളുകളും എത്ര കണ്ട് NLPയിൽ, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന വിജ്ഞാന ശാഖയിൽ എത്രത്തോളം ആഴത്തിൽ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പല ആളുകളും പഠിക്കാത്ത ആളുകളിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പലപ്പോഴും തെറ്റായ റിസൾട്ടുകളാണ് കിട്ടാറുള്ളത്. അതേത് വിഷയം അങ്ങനെ തന്നെയല്ലേ? പഠിക്കാത്ത ആളുകളിൽ നിന്ന്, വേണ്ടത്ര പ്രായോഗികമായി പരിശീലനം കിട്ടാത്ത ആളുകളിൽ നിന്ന്, കഴിവില്ലാത്ത ആളുകളിൽ നിന്ന് അവരിത് പ്രവർത്തിക്കുമ്പോൾ അതിൽ തെറ്റായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിലുള്ള റിസൾട്ടുകൾ കിട്ടില്ല, മോശം റിസൾട്ടുകൾ. അങ്ങനെ ചില ആളുകളൊക്കെ NLPയെ തെറ്റിദ്ധരിക്കാനുണ്ടായിട്ടുള്ള കാരണങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അത് ചെയ്യാനറിയാത്ത ആളുകളുടെ അടുത്തേക്ക് പോയിട്ട് ചെയ്യുമ്പോഴാണ്, വിദഗ്ധരായ ആളുകൾ വഴി ഇത് ചെയ്യുമ്പോൾ. ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു ഉദാഹരണം പറയാം നിങ്ങളോട്. കഴിഞ്ഞ ദിവസം, ഇന്നലെ വൈകുന്നേരത്ത് ഞാനൊരു കൗൺസിലിംഗ് ഇരുന്നിരുന്നു. പ്രോഗ്രാമിന്റെ മുമ്പ് വളരെ ദൂരത്ത് മലപ്പുറം ജില്ലയുടെ ഉൾപ്രദേശത്ത് വന്നൊരു കേസായിരുന്നു. 565 ദിവസമായി ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി നിൽക്കരുത്. 565 ദിവസം. ഭാര്യ ഒരു സ്കൂളിലെ അക്കൗണ്ടന്റ് ആണ്. ഭർത്താവ് MBA കഴിഞ്ഞ് ബോംബെയിൽ ബിസിനസ്സാണ്. 560 ഏകദേശം 2 കൊല്ലക്കാലത്തോളം, അല്ലെ, 1.25 വർഷക്കാലത്തോളം അവർ തെറ്റി നിൽക്കുകയാണ്. 2 കുട്ടികളുണ്ട്. 8 10 ഒക്കെ സിറ്റിങ്ങും കൗൺസിലിംഗും ഒക്കെ അവർ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവസാനം അവരുടെ മഹല്ല് പള്ളി കമ്മിറ്റിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ആണ് അവർ എൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പൊ അവരുടെ മനസ്സിലുള്ള ഒരു ധാരണ എന്താ? അവരുടെ മനസ്സിലുള്ള ധാരണ എത്രയോ വലിയ കേസാണ്, വർഷങ്ങളുടെ അകലമുണ്ട്, വർഷങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, അതൊന്നും പെട്ടെന്ന് മാറൂല, ഒരു 4 5 10 ഒക്കെ സിറ്റിംഗ് വേണ്ടി വരും എന്നാണ് ഓലിനോട് വന്നപ്പോ തന്നെ പറഞ്ഞത്. സാറേ, അങ്ങനെ ഒറ്റയിരിപ്പിലൊന്നും മാറുന്ന ഒരു കേസല്ല, കാരണം ഞങ്ങൾക്കിടയിൽ അത്രയും വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാൻ രണ്ടാളെയും കേൾക്കാണ്. ഭാര്യ കേട്ടു, ഭർത്താവിനെ കേട്ടു, ഭാര്യയുടെ വീട്ടുകാരെ കേട്ടു, ഭർത്താവിന്റെ വീട്ടുകാരെ കേട്ടു. അങ്ങനെ മണിക്കൂറുകൾ അവരുടെ പിന്നിൽ സമയം ചെലവഴിച്ച് അവരെ മുഴുവൻ കേട്ടപ്പോ എനിക്ക് അടിസ്ഥാനപരമായിട്ട് മനസ്സിലായി, ഭാര്യയുടെ അകത്ത് ഭർത്താവിനോട് ദേഷ്യവും വെറുപ്പുണ്ട്. ഇത്രയുള്ളൂ പ്രശ്നം. നിമിഷ നേരം കൊണ്ട് ആ വെറുപ്പെടുത്തുകളയാണ്. നിമിഷ നേരം കൊണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കുക, എത്ര കണ്ടുകൾ വിശ്വസിക്കുന്ന അറിയില്ല. നിമിഷ നേരം കൊണ്ട് ആ കുട്ടി പറയാണ്, എൻ്റെ അകത്തുനിന്ന് എന്തോ ഒരു സാധനം പോയി, എന്തോ ഒരു സാധനം, എന്താന്നറിയില്ല, ഒരു സാധനം പോയി.
അവരവിടുന്ന് ഹാപ്പിയായി കെട്ടിപ്പിടിച്ച് ഒറ്റയിരിപ്പിന് മാറുന്നല്ലോ ഞാൻ പറയുന്നത്. ഒറ്റയിരിപ്പിന് മാറുമെന്ന് പറയുമ്പോൾ ഒരു പൊള്ളയായ അവകാശവാദാകും. ഈ തെറാപ്പി ചെയ്യുന്ന ഈ NLP ടെക്നിക്ക് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരാളെ എത്തിക്കണം. ഇത് പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തി അവനെ മനസ്സിലാക്കി ഇങ്ങനെയുള്ള മിറാക്കിൾസ് ഒക്കെ മനുഷ്യന്റെ മനസ്സിന് സാധിക്കുമെന്നും നിങ്ങളുടെ പഴയ ജീവിതം തിരിച്ചു കിട്ടുന്നൊക്കെ ഒരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഒരു സമയമുണ്ട്. ചിലപ്പോൾ അതിന് 1 or 2 സിറ്റിംഗ് വേണ്ടി വരും. പക്ഷെ NLP എന്ന് പറയുന്ന ടെക്നിക്കുകൾ നിമിഷ നേരം കൊണ്ടാണ് എന്ത് ചെയ്യുക, അവന്റെ ബ്രെയിനിന്റെ ലാംഗ്വേജിനെ മാറ്റുക. ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഒരു പരിമിതി ഉണ്ട്. ഇപ്പൊ തന്നെ 6:22. എന്താ അടുത്ത ചോദ്യങ്ങൾ എന്തുണ്ടോ പെട്ടെന്ന്? എങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം? താങ്ക് യു സർ, നന്നായിട്ട് മനസ്സിലായി. താങ്ക് യു സർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. ഓക്കെ, ഇൻഫർമേറ്റീവ് എന്നുള്ള ക്ലാസ്സും തെറ്റാട്ടോ. ആ വാക്കൊക്കെ തെറ്റാണ്, അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇൻഫർമേഷൻ ആണ് സംഭവിക്കേണ്ടത്. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വിവരമാണ്. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വിവരമാണ്. വിവരം കൊണ്ട് ഒരു കാര്യമല്ല. സത്യം പറയണമെന്ന വിവരം ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. ഉണ്ടോ? നമ്മൾ സത്യം പറയുമ്പോഴാണ് എന്താവുക? മനസ്സിലായോ നിങ്ങൾക്ക്? പോയിന്റ് മനസ്സിലായോ? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഡാറ്റ, ഇൻഫർമേഷൻ, നോളജ്, വിസ്ഡം. 4 വാക്കുകളുണ്ട്. ഡാറ്റ, ഇൻഫർമേഷൻ, നോളജ്, വിസ്ഡം. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ കേവലം ഒരു വിവരം മാത്രമാണ്. വിവരം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. ആ വിവരം നമ്മുടെ അകത്ത് പോയി നടന്ന് ഒരു കെമിക്കൽ ആക്ഷൻ നടന്ന് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് എന്താകുക? യഥാർത്ഥമായിട്ടുള്ള വിസ്ഡം ആകുക, നോളജ് ആകുക. അതുകൊണ്ട് ഞാൻ എൻ്റെ പേര് കൊടുത്തപ്പോൾ എഴുതിക്കുന്നത് ഇൻഫർമേറ്റീവ് ട്രെയിനർ എന്നാണ്. ഇപ്പൊ കണ്ടിട്ടുണ്ടാവും. ഇൻഫർമേറ്റീവ് ട്രെയിനർ എന്നല്ല. ഇൻഫർമേഷൻ പാസ് ചെയ്യലല്ല നമ്മുടെ പണി, ഹൃദയം കൊണ്ട് സംസാരിക്കലാണ്. അകത്ത് റിഫർമേഷൻ ആണ് സംഭവിക്കേണ്ടത്. റീഫോർമേഷൻ. നമുക്ക് പറഞ്ഞത് വേദനിച്ചിട്ടില്ല എന്ന് കരുതുന്നു. മനസ്സിലായോ? ഹലോ, മനസ്സിലായി സർ, മനസ്സിലായി സർ. ഇൻഫർമേഷൻ അല്ല സംഭവിക്കേണ്ടത്, പിന്നെന്താ? റിഫർമേഷൻ. റിഫർമേഷൻ അതാണ് സംഭവിക്കേണ്ടത്. ഇനി പറയാം. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടോ? പെട്ടെന്ന്. ഓക്കെ, താങ്ക് യു ഷൈനി മാം. വൺസ് അഗൈൻ താങ്ക് യു സുധീർ സർ. അപ്പൊ ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടോ? കാരണം നമുക്ക് ടൈം ഒരുപാട് ആയിട്ടുണ്ട്. ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മാജിക് മോർണിംഗ് ഓക്കെ, മണി സർ പറഞ്ഞോളൂ. സാറേ, നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. വളരെ ശാന്തമായ രീതിയിലാണെങ്കിലും വളരെ ശക്തമായ കാര്യങ്ങൾ വളരെ മനോഹരമായ ശൈലിയിൽ നമുക്ക് പ്രസന്റ് ചെയ്ത് കാര്യങ്ങൾ വളരെ നല്ല ഉദാഹരണങ്ങളിലൂടെ, അതായത് കുട്ടികളുടെ ചെറുപ്പകാലം മുതൽ അതുപോലെ തന്നെ ആ കിണർ ഒഴിക്കുന്ന ആ ഒരു ചെളി ഒഴിവാക്കുന്നത്, നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ചെളി പോയാലേ നമ്മൾ ശരിയായ വിജയത്തിലേക്ക് എത്തുള്ളൂ എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തതിന് താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു മണി സർ. ഇനി ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? എന്നാല് സുധീർ സർ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള സുധീർ സാറിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ബി മാജിക് മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ. താങ്ക് യു all. Thank you, Sudhir sir. Thank you all. താങ്ക് യു ഓൾ. Thank you. താങ്ക് യു.